ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇതെന്തിനാ ഈ വെള്ളം തിളപ്പിക്കുന്നത്? അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല സാറേ. ഞാൻ കുറച്ച് വെള്ളം ഇങ്ങനെ എപ്പോഴും ചൂടാക്കി വെക്കാറുണ്ട്. അതെന്തായാലും നന്നായി. അതെ, അതിന് ചിക്കൻ ഇങ്ങെടുക്ക്. ശരി സാർ. സാർ ചിക്കൻ ഇത്ര വലിയ പീസ് വേണോ? ഏയ്, ചെറിയ പീസായിട്ട് അരിയണ്ടേ. രാജോട്ടാ, ആ കട്ടിംഗ് ബോർഡ് എടുക്കുക. കത്തി എടുത്തോ. ഏട്ടന് ഇതെല്ലാം അറിയാല്ലേ? എനിക്കൊന്നും അറിയില്ല, പക്ഷേ നീ ഇതൊക്കെ അറിയണം. മോളൊന്ന് പിടിച്ചേ. കട്ടി. അയ്യോ, എനിക്കിതൊന്നും അറിയില്ല. കത്തി പിടിച്ചാലേ എന്റെ കൈ വേദനിക്കും. മര്യാദയ്ക്ക് എന്നോട് കട്ടിയാനാ പറഞ്ഞേ. കട്ടിയടി. കട്ടിയടി. അങ്ങനെയല്ല. അതെ, എന്ത് പറ്റി? ബുദ്ധിമുട്ടാണോ? എനിക്കറിയില്ല ഏട്ടാ. ശരി, അറിയാത്ത കാര്യങ്ങള് ഒരാളെ നിർബന്ധിച്ചിട്ട് പ്രയോജനമില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറയാം. മോള് ഒരു കാര്യം ചെയ്യും. ആ ചൂടോളല്ലേ, അതൊന്ന് ഇറക്കി വെക്കും. അത് ചൂടല്ലേ? അയ്യോ, ഞാൻ ഇറക്കി വെക്കാം സാർ. ഞാനും എന്റെ അനിയത്തിയും കൂടെ ഒരു കാര്യം ചെയ്യുമ്പോ അതിനകത്ത് വേറൊരാളോട് പറഞ്ഞ പറയിക്കാൻ കൂട്ടും. ശരി സാർ. വേദമോളെ, ആ വെള്ളം ഇറക്കി വെച്ചേ. പെട്ടെന്ന് ചെല്ല്. ഏട്ടാ ചെല്ല്. ചെല്ലടി. അയ്യോ സാറ് ചൂട്. ഓ ഏട്ടാ, എന്റെ കൈ പൊള്ളി. അയ്യോ, ഈ അടുക്കളയില് പാത്രങ്ങൾക്കൊക്കെ ചൂടുണ്ടാവും. എടുക്കുന്ന സാധനങ്ങൾക്ക് എരിവും ഉണ്ടാവും. ആ എരിവും ചൂടും പുകയൊന്നും നോക്കാതെ ഒരാൾ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച് തരുമ്പോ അയാൾ ഒരു നല്ല വാക്ക് പറയുകയാണ് ആദ്യം ചെയ്യുന്നത്. കേട്ടോടി. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അടുക്കള പണി ബുദ്ധിമുട്ടുള്ള കാര്യം വന്നു? അടുക്കളക്കാരി എന്ന് വിളിച്ച് നന്ദിനി ആക്ഷേപിക്കാറുണ്ടല്ലോ. അത് എത്ര ബുദ്ധിമുട്ടുള്ള പണിയാണെന്ന് മനസ്സിലായോ? ഇനി ബാക്കിയുള്ളത് ഉണ്ടാക്കി കഴിക്കണോ മോക്ക്? എനിക്കൊന്നും വേണ്ട, എനിക്കങ്ങ് പോയാ മതി. അയ്യോ, അപ്പൊ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, നല്ല ഭക്ഷണം ഉണ്ടാക്കി മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുമ്പോ ഉണ്ടാക്കിയവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ആദ്യം ആലോചിക്കണം. മനസ്സിൽ അല്പം നന്ദി ഉണ്ടാവണം. പോ. സാറേ, മാഡം എന്തിനാ സാർ ആ പാവത്തിന്റെ കൈ പൊള്ളിച്ചത്? കൈയല്ല, അവളുടെ നാവാ പൊള്ളേണ്ടത്. പക്ഷെ നാവ് കൊണ്ട് ഇത് ഇറക്കി വെക്കാൻ പറ്റില്ലല്ലോ. അതാ പറയാതിരുന്നത്. എടോ, തന്നോട് ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? സാർ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന എനിക്കറിയായിരുന്നു, അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നേ. നന്ദിനി, ഇടയ്ക്കിടയ്ക്ക് ചില മനസ്സിലാക്കി കൊടുക്കലുകളൊക്കെ നല്ലതാ. അല്ലെങ്കിലേ കുട്ടികൾ വഷളായി പോവും. ഞാൻ അവളുടെ ഏട്ടനല്ലേ, നിയന്ത്രിക്കേണ്ടത് ഞാനല്ലേ? അല്ലേ രാജേട്ടാ? അങ്ങനെ ചോദിച്ചാ സാർ പറഞ്ഞതിൽ കാര്യമുണ്ട്. അതെ, എങ്ങനെ ചോദിച്ചാലും ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടാ. ഓ ശരി സാർ. ഇനി ഓരോരുത്തരെ പഠിപ്പിച്ചു കൊണ്ടുവരണം. ഓ